പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം തരം അടിസ്ഥാന പാഠാവലി 1ാം യൂണിറ്റിലെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മലയാള നാടകവേദിക്ക് പുത്തൻ ഭാവുകത്വം തുറന്നു തന്ന ശ്രീ വയല വാസുദേവൻ പിള്ളയാണ് ഈ നാടകത്തിന്റെ രചയിതാവ്. 1992 പ്രസിദ്ധീകരിച്ച ഏകാംഗ നാടക സമാഹാരമായ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന പുസ്തകത്തിലെ ഒരു നാടകമാണ് ഇത്. കുട്ടികളെ, നമ്മൾക്കാദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം. വീഡിയോ മുഴുവനായും കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഡോക്ടർ വയല വാസുദേവൻ പിള്ള 1943 കൊട്ടാരക്കരയിലെ വയല എന്ന ഗ്രാമത്തിൽ ജനിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇദ്ദേഹം അവിടെ തന്നെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തു. 1984 സ്കൂൾ ഓഫ് ഡ്രാമയിൽ അസോസിയേറ്റ് ഡയറക്ടറായി ചുമതലയേറ്റു. 1990 റോം യൂണിവേഴ്സിറ്റിയിൽ പോയി 1 വർഷം നാടക പഠനം നടത്തി. വിവിധ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇദ്ദേഹത്തിന് ഫെല്ലോഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. വിശ്വദർശനം, തുളസീവനം, കുചേലഗാഥ, സ്വർണക്കൊക്കുകൾ, ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്നിവ പ്രധാന നാടകങ്ങളാണ്. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണത്തിന് 1992 നാലപ്പാടൻ അവാർഡ് ലഭിച്ചു. 3 തവണ ദേശീയ പുരസ്കാരവും 9 തവണ സംസ്ഥാന പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 ഓഗസ്റ്റ് 29 അന്തരിച്ചു. കുട്ടികളെ, നാടകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവേശകം ഒന്ന് നോക്കൂ. വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു. എന്താണ് ഈ വരികളുടെ അർത്ഥം? വസന്തകാലം പ്രകൃതി ഒന്നാകെ പൂവണിഞ്ഞ് മനസ്സിന് സന്തോഷം പകരുന്ന കാലമാണ്. എന്നാൽ ഇവിടെ വസന്തകാലത്ത് സ്വപ്നങ്ങൾ കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഘട്ടത്തിൽ പോലും ചില നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാം എന്ന് സാരം. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ കൊഴിഞ്ഞുപോയ സ്വപ്നങ്ങൾ ഏത് ഋതുവിലും മുളച്ചു പൊന്തുന്ന ഒരു മണ്ണുണ്ട്, നമ്മുടെ മനസ്സെന്ന മണ്ണ്. ഏത് ഋതുവിലും സ്വപ്നങ്ങൾ പൂക്കുന്ന ആ മനസ്സിലേക്ക് പ്രത്യാശകളും ആശയങ്ങളും പക്ഷികളെ പോലെ പറന്നു വരും. ഏതു വിഷമഘട്ടത്തിലും പ്രതീക്ഷ കൈവിടരുത് എന്നാണ് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികളെ, മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. പലരും വിചാരിക്കാറുള്ളത് ഇതൊരു പക്ഷിക്കുഞ്ഞിന്റെ കഥ മാത്രമാണെന്നാണ്. എന്നാൽ ഇതൊരു സാധാരണ നാടകമല്ല. മനുഷ്യന്റെ സ്വാർത്ഥതയും അധികാരമോഹവും പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളും പ്രതീകാത്മകമായി വരച്ചു കാട്ടുന്ന ഒരു പാരിസ്ഥിതിക രാഷ്ട്രീയ നാടകമാണിത്. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിലെ ഓരോ കഥാപാത്രവും സമൂഹത്തിന്റെ വിവിധ തലങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ, പക്ഷിവേഷക്കാർ, ഉടമ എന്നിവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. പക്ഷിശാസ്ത്രക്കാരൻ സാമൂഹിക പരിവർത്തനത്തിന്റെ പ്രയോക്താവാണ്. അടിസ്ഥാന വർഗത്തോടൊപ്പം കഴിയുകയും പട്ടിണിക്കാരന്റെ അന്നം പങ്കിട്ടു കഴിക്കുകയും ചെയ്യുന്ന സമഭാവനയും സാഹോദര്യവും കൈമുതലായ വ്യക്തി. പക്ഷിവേഷക്കാർ വിതയ്ക്കാനും കൊയ്യാനും കഴിയാതെ ഈ ഭൂമിയിൽ മണ്ണില്ലാത്തവരായി ജീവിക്കുന്ന അധികാരി വർഗത്തിന്റെ ചൂഷണത്തിനിരയാകുന്ന പാവപ്പെട്ട സാധാരണ ജനവിഭാഗമാണ്. ഉടമ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി സ്വന്തം വർഗത്തെ പോലും ഉപേക്ഷിക്കുന്ന സ്വാർത്ഥ മനോഭാവത്തിന്റെ പ്രതീകമാണ്. പ്രകൃതിയെ ഒന്നാകെ കവരാനുള്ള മനുഷ്യന്റെ ആർത്തിയും പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ഇല്ലാതാക്കുമെന്ന ഭീഷണിയും ഉടമയിലൂടെ നാടകകൃത്ത് കാണിച്ചു തരുന്നുണ്ട്. കുട്ടികളെ, വരൂ നമ്മൾക്ക് നാടകം വായിക്കാം. ആശയം അതോടൊപ്പം തന്നെ പറയാം. വഴിവക്കിലെ അരയാൽ ചോടാണ് സ്ഥലം. പുറകിൽ നിബിഡമായിരുന്ന വനം വെട്ടിത്തെളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചുറ്റും വെളുത്ത പൂക്കൾ. വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിന്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ, പക്ഷിവേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു. ചിലപ്പോൾ കൊക്കുരുമ്മുന്നു. പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു. അന്ധൻ, തേജസ്സാർന്ന മുഖം. തന്റെ ചിറകിനുള്ളിലെ പക്ഷികളിലൊന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു. കുട്ടികളെ, നാടകം ആരംഭിക്കുന്നത് വഴിവക്കിലെ ഒരു അരയാൽ ചുവട്ടിലാണ്.
അതിന്റെ പുറകിൽ പണ്ട് നിബിഡമായിരുന്ന ഒരു വനത്തിന്റെ വെട്ടിത്തെളിച്ച അവശിഷ്ടങ്ങൾ കാണാം. മനുഷ്യൻ കാട് കയ്യേറിയതിന്റെ അടയാളമാണിത്. ഈ അവശേഷിക്കുന്ന മരത്തിലാണ് പക്ഷികൾ സന്തോഷത്തോടെ കഴിയുന്നത്. പക്ഷികളുടെ സംരക്ഷകനാണ് പക്ഷിശാസ്ത്രക്കാരൻ. കാഴ്ചയില്ലാത്തയാളാണെങ്കിലും അദ്ദേഹം ഉൾക്കണ്ടുകൊണ്ട് ലോകത്തെ കാണുന്നവനും നയിക്കുന്നവനുമാണ്. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യം കാത്തുസൂക്ഷിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കുട്ടികളെ നോക്കൂ, നാടകം ആരംഭിക്കുന്നത് പക്ഷിശാസ്ത്രക്കാരന്റെ ആകുലതയോടെയാണ്. കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം വിഷമിക്കുന്നു. പിണങ്ങിപ്പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ, എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല എന്ന് ഒരു കിളി മറുപടി നൽകുന്നു. പക്ഷിശാസ്ത്രക്കാരൻ: പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു, അന്ധത ഏറി വരുന്തോറും അകത്തു പ്രകാശം. കുട്ടികളെ, പക്ഷിശാസ്ത്രക്കാരന്റെ ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രായമാകുന്തോറും ബാഹ്യമായ കാഴ്ചകൾ മങ്ങുമെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ആന്തരികമായ കാഴ്ച അഥവാ ഉൾക്കണ്ണ് കൂടുതൽ തെളിഞ്ഞു വരും എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത്. കിളികൾ അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ എന്ന് പ്രതിവചിക്കുന്നു. അവൻ വരും എന്നെങ്കിലും, എന്റെ അന്ത്യം കാണാനെങ്കിലും. കിളികളെല്ലാം ഉത്തരമെന്ന വണ്ണം ചിലയ്ക്കുന്നു. കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ? ഞാനും തളർന്നു. ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറന്നില്ലേ? കുട്ടികളെ, കാണാതെ പോയ കിളി തിരിച്ചു വരുമെന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ ഓർമ്മയിൽ ആഹ്ലാദിച്ച്: എവിടെയെല്ലാം പോയി? ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തെളിനീർ തടാകത്തിലെ കുളി. കിളികളെല്ലാം തത്തി തത്തി അയാൾക്കടുത്തെത്തുന്നു. ആഹ്ലാദപൂർവം ചിറകുവിടർത്തിയാടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു. സാഗരങ്ങൾ 7 കടന്നു, എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ. നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ പറുദീസയിൽ ഉറങ്ങി പട്ടിണിക്കാരന്റെ അത്താഴമുണ്ടു. ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില, നമുക്കത് മൃഷ്ടാന്ന ഭോജനം. കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്ന വണ്ണം കേൾക്കുന്നു. കുട്ടികളെ, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആഡംബരങ്ങളോ സമ്പത്തോ ഉള്ളവരല്ല ഇവർ. പട്ടിണിപ്പാവങ്ങളുടെ പക്കലുള്ള ചെറിയ ആഹാരം പോലും വലിയ സ്നേഹത്തോടെയും തൃപ്തിയോടെയും പങ്കിട്ടു കഴിക്കുന്നവരാണ് ഈ പക്ഷി മനുഷ്യർ. സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഇവരുടെ ഐക്യദാർഢ്യവും സാഹോദര്യവുമാണ് ഈ വരികളിൽ തെളിയുന്നത്. കിളികളുടെ പാട്ടിനു പിന്നാലെ ഒരു കിളി തന്റെ സങ്കടം പറയുകയാണ്. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു. അതിനു മുകളിൽ കൂടി പറന്നപ്പോൾ എന്റെ ചിറകിന് വെടിയേറ്റു. എന്നിട്ടും തളരാതെ പറന്നു. നോക്കൂ കുട്ടികളെ, പക്ഷികൾക്ക് സ്വൈര്യമായി പറക്കാൻ പോലും ഈ ഭൂമിയിൽ അനുവാദമില്ലാതാകുന്നു. ഈ അവസരത്തിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് പക്ഷിശാസ്ത്രക്കാരൻ പ്രതികരിക്കുന്നത്. ഉദയകിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടെത്തി. പക്ഷേ എവിടെ ചേക്കേറും? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ചുറ്റും നടന്ന് ഈ വെളുത്ത പൂക്കൾ മാത്രം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ കാടുകൾ വെട്ടി നശിപ്പിച്ചപ്പോൾ പക്ഷികൾക്ക് തങ്ങളുടെ അഭയസ്ഥാനമായ കൂടുകൾ നഷ്ടപ്പെട്ടു. ചുറ്റും നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് വെട്ടിമാറ്റിയ മരങ്ങളുടെ അവശിഷ്ടങ്ങളും ഈ വെളുത്ത പൂക്കളും മാത്രമാണ്. പ്രകൃതി നശീകരണത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രകൃതി ദർശനമാണ് നാടകകൃത്ത് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ എന്ന് കിളികൾ ആകുലപ്പെടുന്നു. അതെ, വാരിക്കൂട്ടാൻ മറന്നുപോയവർ, വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ, എന്നിട്ടും വിശക്കുന്നു. കിളികളുടെ കരച്ചിൽ. എന്താണ് മാർഗം? എവിടെ താവളം? കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്നും മോചനം എന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. കുട്ടികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളായിട്ടും സ്വന്തമായി ഇത്തിരി മണ്ണില്ലാത്ത പാവപ്പെട്ട മനുഷ്യരുടെ, കർഷകരുടെ ദുഃഖവും ദാരിദ്ര്യവുമാണ് ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നത്. വൻകിട മുതലാളിമാരും ഭരണാധികാരികളും മണ്ണ് കൈയടക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരൻ വിശന്നു മരിക്കേണ്ടി വരുന്നു. ഈ കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് എങ്ങനെ മോചനം നേടും എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ ചിന്തിക്കുന്നത്. അടുത്തെങ്ങാനും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ
എല്ലാവരും ആൽത്തറയിൽ കയറി നിന്ന് കഴുത്തു നീട്ടി നാലുപാടും നോക്കുന്നു. അതാ, അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി പക്ഷിശാസ്ത്രക്കാരൻ. ആ കുന്നിൻപുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പോകിൻ, കൊത്തി നുണക്കിൻ, അന്തിക്ക് മുമ്പേ ചേക്കേറണം. പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് ദൂരെയുള്ള പാടങ്ങളിലേക്ക് പറന്നുയരാൻ ആവശ്യപ്പെടുകയാണ്. അതാരുടേതാ? ഈ ഭൂമിയാകെ നമ്മുടേത്. വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരിനെല്ല് 1000 മേനി വിളഞ്ഞു നിൽക്കുന്നു. ചന്തമുള്ള കതിർക്കുലകൾ. അതെ, പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി ചൂളം വിളിച്ചു കളിക്കുന്നു. ഈ ഭൂമിയൊക്കെ നമ്മുടേത് എന്ന് ആഹ്വാനം ചെയ്യുന്ന പക്ഷിശാസ്ത്രക്കാരൻ അടിസ്ഥാന ജനവിഭാഗത്തോടൊപ്പം കഴിയുകയും അവരുടെ വിശപ്പ് മാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമഭാവനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരിൻ, പോയി വരിൻ, കൊണ്ടുവരിൻ, നിങ്ങൾ വിതച്ചത് കൊയ്തുവരിൻ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷിശാസ്ത്രക്കാരൻ ആനന്ദ നൃത്തം ചെയ്യുന്നു. പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ, എവിടെയെങ്കിലും കെണിവെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് കിളികൾ ഭയപ്പെടുന്നു. ഈ മലയോരത്ത് കെണിവെക്കുന്നതാര്? നോക്കെത്താത്ത നീലിമയാർന്ന വനം, അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി. വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ. കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്നു. വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരനെ ചുറ്റുമിരിക്കുന്നു. മക്കളെ പോകിൻ, എനിക്കൊരു ചാൺ കൂടി പറക്കാനാവതില്ല. ഞാൻ ആകെ തളർന്നു. ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞു പോരണം. ഇവിടെ ധൈര്യം കൈവിടാതെ ഒന്നിച്ചു പറക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് ആവശ്യപ്പെടുകയാണ്. കിളികൾ, കാട്ടരുവിയിൽ നനവുണ്ട്, ചെറു കൊക്കൊന്നു നനയ്ക്കാൻ ജലമുണ്ട്. എങ്കിൽ തളരാതെ പറന്നുയരിൻ, കുഞ്ഞിച്ചിറക് വിടർത്തിപ്പോകിൻ, പെരുവഴിയിരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ, മിന്നിമിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ എന്ന് പക്ഷിശാസ്ത്രക്കാരൻ കിളികളെ ഓർമ്മിപ്പിക്കുന്നു. ഐക്യത്തോടെയും സ്നേഹത്തോടെയും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഒരു പുതിയ ലോകം നിർമ്മിക്കാൻ സാധിക്കൂ എന്ന വലിയൊരു സന്ദേശമാണ് ഈ വരികൾ നമുക്ക് നൽകുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ നാടകത്തിലെ അന്തരീക്ഷം മാറുകയാണ്. കിളികൾ, എന്തൊരു ചൂട്, ചിറകെല്ലാം കരിയുന്നു, മനമുരുകുന്നു. കുട്ടികളെ, ഈ കടുത്ത ചൂട് വെറുമൊരു കാലാവസ്ഥാ വ്യതിയാനമല്ല, പ്രകൃതിയെ ഒന്നാകെ കവരാൻ വരുന്ന അധികാരവും സമ്പത്തുമുള്ള യജമാനന്റെ, ഉടമയുടെ വരാൻ പോകുന്ന ക്രോധത്തെയാണ്, ആ സാമൂഹിക യാഥാർത്ഥ്യത്തെയാണ് ഈ ചൂട് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത്. എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയതാരായിരിക്കും? നമ്മുടെ താവളത്തിന്റെ വേരു തോണ്ടുന്ന രാക്ഷസന്മാർ. അവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു കിളി. അതെ, കൂരമ്പുമായി കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ, നമ്മെ പിളർക്കുവാൻ, നമ്മെ വിഴുങ്ങുവാൻ എന്ന് കിളികളും പറയുന്നു. അവന്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ, വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ നിങ്ങൾ അവന്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ. എന്റെ പൊന്നുംകുടങ്ങളെ, ഈ നനുത്ത അടിവയറിൽ അവന്റെ വിഷമുനയേറ്റാൽ എന്ന് പക്ഷിശാസ്ത്രക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. ഇല്ല, ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് കിളികൾ പറയുന്നു. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ അവനും കുളിർമ നൽകും എന്നാണ് കിളികൾ പറയുന്നത്. നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. കൊള്ളക്കാർ മരം വെട്ടിക്കേറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി. ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി. ഇപ്പോൾ അതിന്റെ കമ്പും വെട്ടിത്തുടങ്ങി. നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. ആഹാ, എത്ര നല്ലൊരു സന്ദേശം അല്ലേ? ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും. പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും? പക്ഷിശാസ്ത്രക്കാരൻ ആലോചിച്ച് പ്രവാചകനെ പോലെ. അലറുന്ന കടലിൽ തിരയ്ക്കു മുകളിൽ കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി. ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി, നിന്നെപ്പാടിയുറക്കും ഞാൻ, നിന്നിലലിഞ്ഞു മയങ്ങും ഞാൻ. ഒരു കിളി ആലോചനയിൽ. അപ്പോൾ കടലിളകി കൂടുപൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ? നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? പക്ഷിശാസ്ത്രക്കാരൻ മറുപടി എന്നവണ്ണം. അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരിയാണ്ട് കഴിഞ്ഞുണരും ഞാൻ. മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ. ഏതു പ്രതിസന്ധിയിലും
പ്രത്യാശ കൈമുതലാക്കിയ പക്ഷിശാസ്ത്രക്കാരനെ നമ്മൾക്ക് കാണാം. കിളികൾ: ഹായ് വിണ്ണിൻ മക്കൾ, എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ. എനിക്കും വിശക്കുന്നു. ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി, പോയി വരിൻ, കൊയ്തുവരിൻ, നമ്മൾ വിതച്ചത് കൊയ്തുവരിൻ എന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. കിളികൾ: നമുക്ക് പോയി വരാം. പക്ഷിശാസ്ത്രക്കാരൻ: അന്തിച്ചോപ്പ് കാണുന്നതിന് മുമ്പ് കൂടെത്തണം. പാടത്തിനുടമയെ കണ്ടാൽ. ഒരു കിളി: നമുക്ക് വട്ടമിട്ട് അയാൾക്കു ചുറ്റും പറന്ന് ആ സ്വർണക്കിരീടം കൊത്തിയെടുത്ത് പൊങ്ങി പറക്കാം. എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. തീർത്തും വിപ്ലവകരമായ ഒരു കാര്യമാണ് കിളികൾ പറഞ്ഞത്. അയ്യോ വേണ്ട എന്റെ പൊന്നുംകുടങ്ങളെ, കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത്. പ്രകൃതി ചൂഷകനായ ഉടമയോട് പകരം വീട്ടാൻ കിളികൾ തുനിയുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ അവരെ തടയുകയാണ്. അക്രമത്തിന് പകരം അക്രമമല്ല, മറിച്ച് സ്നേഹത്തിലൂടെയും അഹിംസയിലൂടെയും മാത്രമേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ശത്രുവിനോട് പോലും കരുണ കാണിക്കുന്ന പക്ഷിശാസ്ത്രക്കാരന്റെ ഉദാത്തമായ മാനവികതയാണ് ഈ വരികളിൽ നാടകകൃത്ത് കാണിച്ചു തരുന്നത്. ഞങ്ങൾ എന്തു ചെയ്യണം? കതിർമണി കൊത്തിക്കൊണ്ടുവരിൻ, പാടും കിളികൾക്ക് വരിനെല്ല് നൽകി സ്തുതി പാടുവിൻ, എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ. കിളികൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കലപില ശബ്ദമുണ്ടാക്കുന്നു. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും, ഈ ആകാശത്തിൻ കീഴിൽ. ഭൂമി ഇത്തിരി മണ്ണല്ലേ, അത് നമുക്കല്ലേ? കിളികൾ അതെ അതെ എന്ന് പറഞ്ഞ് ചിറകുവിടർത്തി തത്തി കളിക്കുന്നു. വൈകരുത്, വരാൻ വൈകരുത്, ഞാൻ ഈ കാട്ടിലൊരിടത്തുണ്ടാവും. ഒറ്റയ്ക്ക് ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും, പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ, നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത്. കിളികൾ ഞങ്ങൾ എളുപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് പറന്നുയർന്നു പോകുന്നതായി ഭാവിക്കുന്നു. അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ. പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി നിന്ന് ചിറകുവച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. ഈ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ അധികാരമുള്ളവർ അത് കൈയടക്കി വെച്ചിരിക്കുന്നു. സ്വന്തമായി ഒരു തരി മണ്ണില്ലാത്ത പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത്. ചിറകുവച്ച ചിന്തകളും തീപിടിച്ച സ്വപ്നങ്ങളുമായിട്ടാണ് കിളികൾ പറന്നുയരുന്നത്. ഉയർന്ന തലത്തിൽ കയറി നിന്ന് അവർ പാടത്തിന് ഒത്തുനടുക്കെത്തട്ടെ, പറന്നുതാണ് കൊത്തട്ടെ. ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം. പുറകുവശത്തേക്ക് തപ്പിത്തപ്പി നടന്നു മറയുന്നു. അല്പം നേരം കഴിഞ്ഞ് പാടത്തിനുടമ ഭീകരതാളത്തിൽ പാഞ്ഞെത്തുന്നു, അമ്പും വില്ലുമുണ്ട് കയ്യിൽ. കതിരരിയുന്ന കിളികളെ പറത്തിവിട്ടവൻ എവിടെ? ഉയർന്ന തലത്തിൽ കയറി പാടത്തേക്ക് നോക്കി. ഒരു നിമിഷം എന്റെ കണ്ണു തെറ്റിയപ്പോൾ എല്ലാം തീർന്നു. ഹേയ് പക്ഷിശാസ്ത്രക്കാരാ, ഓഹോ അവിടെ ധ്യാനത്തിലാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ കയറി വരുന്നത്. പാടത്തെ നെൽക്കതിരുകൾ മുഴുവൻ തനിക്കു മാത്രം അവകാശപ്പെട്ടതാണെന്നും അതിൽ കൊത്താൻ വരുന്ന കിളികൾ തന്റെ സമ്പത്ത് കവരുകയാണെന്നുമാണ് ഉടമ വിചാരിക്കുന്നത്. ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ നോക്കി അയാൾ പരിഹാസത്തോടെയും ദേഷ്യത്തോടെയുമാണ് സംസാരിക്കുന്നത്. ഇവിടെ ഉടമ എന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, അധികാരവും സമ്പത്തുമുള്ള ആർത്തുപിടിച്ച മനുഷ്യവർഗത്തിന്റെ പ്രതീകമാണ്. ഉടമ പുറകുവശത്തേക്ക് ഓടിപ്പോകുന്നു. നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രക്കാരൻ ഞെട്ടി, നിന്റെ കയ്യിൽ കൂരമ്പോ? ചുറ്റും കാണുന്ന വെള്ളപ്പൂക്കളോട് എന്റെ കുഞ്ഞോമനകളെ. ഉടമ വില്ലിൽ അമ്പു തൊടുത്തുകൊണ്ട് അടുത്ത്. കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞു തകർക്കാൻ കൂട്ടായി പാടിപ്പോയത് നിൻ പക്ഷി, നിന്നീണം, നിന്നാദം, നിന്നൂർജം. അതിനു നീ എന്നെ? നിന്നെയല്ലാതെ മറ്റാരെ? നിന്റെ പക്ഷികൾ പറന്നുപോയില്ലേ? പക്ഷിശാസ്ത്രക്കാരൻ സന്തോഷപൂർവം. അതെ, അവ 1000 ചിറകുകളോടെ പാടിപ്പറന്നുയർന്നു. മലകൾക്കുമപ്പുറം വിളഞ്ഞുകിടക്കുന്ന പാടം തേടിപ്പോയി. ഉടമയുടെ ഭീഷണിക്ക് മുന്നിൽ ധീരമായ മറുപടിയാണ് പക്ഷിശാസ്ത്രക്കാരൻ കൊടുക്കുന്നത്. അവയും എന്റെ പാടങ്ങൾ. അതെ, എല്ലാം കൊത്തിനുണച്ച് കൊക്കുരുമ്മി കൂത്താടി പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ടൊഴുകി വരും. ഉടമ അമ്പുതൊടുത്ത് പിന്തുടർന്നുകൊണ്ട്, അന്നു നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ? പക്ഷിശാസ്ത്രക്കാരൻ
ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുദിച്ച ധ്രുവനക്ഷത്രത്തിലും ഞാൻ അവരുടെ ഫലം കൊത്തിവെച്ചിട്ടുണ്ടല്ലോ. പൂക്കളും കിളികളും അത് പാടിപ്പരത്തും. നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എന്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു. ഉടമ: ഏ? പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും, മലകളും പുഴകളും പാടങ്ങളും എല്ലാം തൻ്റേത് മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കടുത്ത സ്വാർത്ഥതയും ആർത്തിയുമാണ് ഉടമ എന്ന കഥാപാത്രത്തിലൂടെ നാടകകൃത്ത് കാണിച്ചു തരുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ വെളിപ്പെടുത്തിയത് തൻ്റെ വിശ്വപ്രകൃതി ദർശനമാണ്. അതായത്, ഉടമയ്ക്ക് പക്ഷിശാസ്ത്രക്കാരനെ കൊല്ലാം, പക്ഷികളെ വെടിവെച്ചിടാം. എന്നാൽ ഈ പ്രകൃതിയിലെ പുല്ലിലും പുഷ്പങ്ങളിലും നക്ഷത്രങ്ങളിലും എല്ലാം പടർന്നു കിടക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ അധികാരമുള്ളവന് കഴിയില്ല. പക്ഷിശാസ്ത്രക്കാരൻ: അതെ, നിന്റെയും എന്റെയും, എന്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പിന്റെയും. വരൂ, നമുക്ക് ധ്യാനിക്കാം. ഉടമ ചിരിച്ച്: ആരെ? നിന്നെ, എന്നെ, ഈ പച്ചക്കാടിനെ, ഇവിടത്തെ നദികളെ, മലകളെ, മനുഷ്യരെ. ധ്യാനനിരതനായി വൃക്ഷത്തിന്റെ പുറകിലേക്ക് പോകുന്നു. ഉടമ അത് നോക്കി നിൽക്കുന്നു. വീണ്ടും ധ്യാനത്തിൽ തന്നെ. ഈ കൂരമ്പേൽക്കട്ടെ. പക്ഷിശാസ്ത്രക്കാരന്റെ നേർക്ക് ഉടമ അമ്പയക്കുന്നു. പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് ഇതിനു ശേഷം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എന്റെ ഗുരു പോലും. പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം കേൾക്കാം. നിമിഷങ്ങൾ കഴിഞ്ഞ് ഉടമ ചുറ്റുമുള്ള പൂക്കളെ നോക്കി. ഉടമ: ഇനി ഫലം പറ്റാൻ നിങ്ങൾ, വിളറി വെളുത്ത് കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടിയൊഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ. എന്റെ തോട്ടത്തിലെ പൂവിന്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരന്റെ ചോര പോലും. വിജയാഹ്ലാദത്തിന്റെ താളത്തിൽ ഇനി ആ പക്ഷികൾ, അവയുടെ മിനുമിനുത്ത വെളുവെളുത്ത പള്ളയിൽ ഈ കൂരമ്പ്. പക്ഷേ അവ എവിടെ? കുന്നുകളും മലകളും കടന്നുപോയി കാണും. പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളിൽ ശ്രദ്ധിച്ച്: ഈ വെള്ളപ്പൂക്കൾക്ക് നിറം മാറുന്നോ? ഒന്നുകൂടി ശ്രദ്ധിച്ച്: ഇവ ചുവക്കുന്നോ? ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി. ചുവപ്പ് കൂടുന്നോ? ഉടമയുടെ പരിഭ്രാന്തിയിൽ വർദ്ധിച്ചു വരുന്ന ചുവപ്പ് വ്യക്തമായി കാണാം. അയാൾ അമ്പരന്ന് നാലുപാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ എന്നവണ്ണം ഓടി മറയുന്നു. അകത്ത് പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം. അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നിൽക്കതിരുമായി കിളികൾ പറന്നൊഴുകിയെത്തുന്നു. കുട്ടികളെ, വെളുത്ത പൂക്കളുടെ നിറം ചുവന്നു തുടങ്ങുന്നു എന്നത് പക്ഷിശാസ്ത്രക്കാരന്റെ രക്തസാക്ഷിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിക്കും മനുഷ്യത്വത്തിനും വേണ്ടി നിലകൊണ്ട ആ നന്മയുടെ കാവലാളെ അധികാരികൾ, ഉടമ ഇല്ലാതാക്കി എന്ന വലിയൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇവിടെ നാടകകൃത്ത് ദൃശ്യവൽക്കരിക്കുന്നത്. അല്പം കഴിഞ്ഞ് നെൽക്കതിരുമായി പറന്നിറങ്ങിയ കിളികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ കാണാൻ കഴിയുന്നില്ല. ഫലം പറയും ശാസ്ത്രക്കാരാ, പക്ഷിശാസ്ത്രക്കാരാ, മലയോര തന്തിയുറങ്ങും മലദേവ, വാവാ നീ. കിളികൾ ചുറ്റും പറന്നു ചെന്ന് നോക്കുന്നു. പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷയും അനുഭവപ്പെടുന്നു. ദുഃഖിതരായി തിരിച്ചു വന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു. തുടർന്ന് കിളികൾ തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു കിളി: ഗുരു നമ്മെ തിരക്കി ഇറങ്ങിയതാണോ? അതുമാവാം. നാടും നഗരവും കാടും മേടുമലഞ്ഞ് പറന്ന് രസിച്ച് നമ്മൾ. അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക്? കിളികളെല്ലാം ചേർന്ന് വീണ്ടും ചുറ്റും പറന്നു നടന്നു. എവിടെ തിരിയും താതാ ജീവജലത്തിനുറവേ, തണലും ചൂടും തന്നവനെ, തളിരാൽ കൂടുമെടഞ്ഞവനെ. പക്ഷിശാസ്ത്രക്കാരൻ കിളികൾക്ക് വെറുമൊരു ഗുരുവല്ല, ജീവജലത്തിന്റെ ഉറവയാണ്, തണലാണ്, സംരക്ഷണമേകുന്ന കൂടാണ്. അദ്ദേഹത്തെ കാണാതായതോടെ തങ്ങളുടെ ആശ്രയമെല്ലാം നഷ്ടപ്പെട്ട അനാഥരെ പോലെ അവർ മാറുന്നു. ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരന്ന്, അതാ വെള്ളപ്പൂക്കളെല്ലാം ചുവന്നിരിക്കുന്നു. എന്തൊരു ചുവപ്പ്! അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു. പാടത്തിനുടമ കൂരമ്പുമായി ഓടി നടന്നത് കണ്ടില്ലേ എന്ന് ഒരു കിളി ചോദിക്കുന്നു. കിളികൾ: കണ്ടു. അപ്പോൾ പറന്നുയർന്നു നമ്മൾ പാടിപ്പോയില്ലേ? ഒരു കിളി: ഇനി അവൻ ഇതുവഴി വന്നോ, തിരുഹൃദയം മുറിവേറ്റോ. പാടത്തുനിന്നും കൂരമ്പുമായി ഒരാൾ നടന്നു പോകുന്നത് അവർ കണ്ടിരുന്നു. അത് ആ ഉടമയായിരുന്നു. താതന് അപകടം സംഭവിച്ചത് കിളികൾ തിരിച്ചറിഞ്ഞു. കിളികൾ വേദനയോടെ ഗുരുവേ ഗുരുവേ എന്ന് വിളിക്കുന്നു. താതാ താതാ എന്ന് വിലാപത്തിന്റെ ഈണത്തിൽ കിളികൾ ആവർത്തിക്കുന്നു. ഒരു കിളി: ഉടമയായത് എപ്പോഴെന്നറിയില്ലേ? അറിയാം. അവൻ കൂട്ടം തെറ്റിയപ്പോൾ
തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ, സ്വർണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞപ്പോൾ, ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി അവൻ തള്ളിപ്പറഞ്ഞു, ചങ്ങലക്കിടാൻ ഉത്തരവുമായി. നാണയം കണ്ടപ്പോൾ, പണക്കൊതി മൂത്തപ്പോൾ, തന്റെ സ്വർണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞ് ഉടമയായി മാറുകയായിരുന്നു ആ കിളി. സ്വന്തം വർഗത്തെയും പ്രകൃതിയെയും വഞ്ചിച്ചുകൊണ്ട് അധികാരത്തിന്റെയും പണത്തിന്റെയും ഭാഗമാകാൻ പോയ ഒരു കിളിയുടെ കഥയാണിത്. വിപ്ലവകാരികളെയും നന്മയുടെ കാവലാളുകളെയും സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ ഒറ്റിക്കൊടുക്കുന്ന വലിയൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് നാടകകൃത്ത് ഇവിടെ തുറന്നുകാട്ടുന്നത്. കിളികൾ, ഗുരു ശപിച്ചു. ആ പ്രതികാരം തീർക്കാൻ കൂരമ്പുമായി അവൻ തക്കം പാർത്തു നടക്കുകയായിരുന്നു. പിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയ വിലാപം കേൾക്കാം. എന്തു വേദന, ഈ ജീവിതം, കാരണമില്ലാത്ത ദുഃഖം, എനിക്കും എല്ലാവർക്കും, ഹോ, ഈ ദുഃഖത്തിന് അവസാനമില്ല എന്ന് പക്ഷിശാസ്ത്രക്കാരൻ വിലപിക്കുന്നു. കിളികളെല്ലാം അത് കേട്ട് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഓടുന്നു. ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കണ്ട ഭാവം. അദ്ദേഹം ധ്യാനത്തിൽ, അതാ ആ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ്. ശരീരമെല്ലാം കൂരമ്പ്. കൂരമ്പിൽ നിന്ന് ധ്യാനം. ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ ഭീഷ്മർ, ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപമിരിക്കുന്നു. ഇവിടെ ഒറ്റ കക്ഷിയല്ലേയുള്ളൂ, കൗരവർ. മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ. നമുക്കങ്ങോട്ട് പോകാം. ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണർത്താം. കുട്ടികളെ, ഇവിടെ ഭാരതയുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള, അധികാരിവർഗവും പാവപ്പെട്ടവരും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടത്തെയാണ്. ഈ യുദ്ധത്തിൽ എപ്പോഴും അധികാരമുള്ളവർക്കു മാത്രമേ കവർച്ച നടത്താൻ സാധിക്കൂ എന്ന കൈപ്പേറിയ സത്യം അവർ തിരിച്ചറിയുന്നു. കിളികൾ, അതെ, ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചൂരാം എന്ന് പറയുന്നു. സാവകാശം അകത്തേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പു തറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു. എവിടെയോ വേദനിക്കുന്നു, കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം എന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. തന്റെ ജീവൻ പോകാറായിട്ടും തന്നെ ഒറ്റിക്കൊടുത്ത ആ കിളിയെക്കുറിച്ചോർത്ത് പക്ഷിശാസ്ത്രക്കാരൻ സങ്കടപ്പെടുന്നു. ആ വേദന ഞങ്ങളും പങ്കിടട്ടെ എന്ന് കിളികൾ പറയുന്നു. ഈ കൂരമ്പെയ്ത കാട്ടാളൻ, അവനെ നമുക്ക് കൊത്തി തിന്നാം. തങ്ങളുടെ ഗുരുവിനെ ഈ അവസ്ഥയിലാക്കിയ ആ കാട്ടുകളനോട്, അതായത് ഉടമയോട് പ്രതികാരം ചെയ്യാൻ കിളികൾ തീരുമാനിക്കുന്നു. എന്നാൽ പക്ഷിശാസ്ത്രക്കാരൻ, വേണ്ട, അവൻ നിങ്ങളിലൊരുവൻ, സ്വയം ചിറകറുത്തെറിഞ്ഞവൻ, പാടത്തിനുടമയാവാൻ എന്ന് പറയുന്നു. പാടത്തിനുടമ? നമ്മുടെ കൂട്ടുകാരനോ? അതെ, നിങ്ങളുടെ ചിറകരിയാൻ തക്കം പാർത്തു കഴിയുന്നവൻ. അവൻ അങ്ങയെ? ഈ കൂരമ്പുകൾ ഇത് മുറിച്ചു. ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ. കുട്ടികളെ, മരണക്കിടക്കയിലും തന്നെ കൊലപ്പെടുത്താൻ കാരണക്കാരനായവനോട് പോലും പക്ഷിശാസ്ത്രക്കാരൻ ക്ഷമിക്കുകയാണ്. അക്രമത്തിന് പകരം അക്രമമല്ല, സ്നേഹവും ക്ഷമയും സാഹോദര്യവുമാണ് ലോകത്ത് മാറ്റം കൊണ്ടുവരിക എന്ന ഉദാത്തമായ മാനവിക ദർശനമാണ് പക്ഷിശാസ്ത്രക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. കിളികൾ, നമുക്ക് ഈ കൂരമ്പുകൾ ഊരാം. പക്ഷിശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തി എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരുന്നു. അല്പം കഴിഞ്ഞ് തല നിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു. ഇപ്പോൾ കഴുത്തു മുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്ന വര കാണാം. അവരുടെ വയറ്റിൽ. ഒരു കിളി മറ്റുള്ളവയെ നോക്കി, നിന്റെ ചിറകിനുള്ള ചുവന്നല്ലോ, മിനുമിനുത്ത അടിവയർ ചുവന്നല്ലോ. ഓരോരുത്തരും മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞു. കിളികൾ, വെള്ളപ്പൂക്കൾ ചുവന്നേ, വെള്ളിത്തൂവൽ ചുവന്നേ, വെള്ളപ്രാവ് കരഞ്ഞേ, വിണ്ണിൽ കഴുകനുണർന്നേ എന്നു പാടുന്നു. വെളുത്ത പൂക്കളും തൂവലുകളും ചുവപ്പാകുന്നത് പക്ഷിശാസ്ത്രക്കാരന്റെ ചോര ചിന്തിയുള്ള രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമാണ്. ഈ ചോര ചൂഷണങ്ങൾക്കെതിരെ വരും തലമുറയിൽ ഉണ്ടാകാൻ പോകുന്ന വിപ്ലവത്തിന്റെ, മാറ്റത്തിന്റെ പ്രത്യാശ കൂടിയാണ്. ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശയ്യയൊരുക്കൂ, ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. കിളികൾ ശയ്യയൊരുക്കുന്നു. പക്ഷിശാസ്ത്രക്കാരൻ അതിൽ ശയിക്കുന്നു. കിളികൾ ദയനീയമായി വിലപിക്കുന്നു. നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു. കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു. കൂട്ടരെ, എന്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു, എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നു, എനിക്ക് പേടിയാകുന്നു എന്ന് ഭയന്നുകൊണ്ട് ഉടമ പറയുന്നു. ഒരു കിളി വാത്സല്യപൂർവ്വം, ഇണക്കുരുവി വരൂ, നമുക്ക് പറക്കാം എന്ന് പറഞ്ഞ് അതിനെ കൂടെ ചേർത്തുന്നു. ഇവിടെ അധികാരത്തിന്റെ തിമിരത്തിൽ പ്രകൃതിയെയും മനുഷ്യനെയും കൊന്നൊടുക്കിയ ഉടമയ്ക്ക് ഒടുവിൽ തന്റെ തെറ്റ് മനസ്സിലാവുകയാണ്.
തന്റെ പ്രവൃത്തികളെ ഓർത്ത് അയാൾ വിലപിക്കുന്നു. വിപ്ലവകാരിയുടെ രക്തസാക്ഷിത്വം ക്രൂരന്മാരായ ഭരണാധികാരികളുടെ പോലും മനസ്സ് മാറ്റും എന്നാണ് നാടകകൃത്ത് ഇതിലൂടെ കാണിച്ചു തരുന്നത്. എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ, ഉടമയാകാൻ കൂരമ്പേന്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ വിലപിക്കുന്നു. കിളികൾ, നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം, സ്വർണച്ചിറകുകൾ, സ്വപ്നങ്ങൾ, വരൂ എന്നു പറയുന്നു. ഉടമ പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി. വീണ്ടും പൂക്കൾ വെളുത്തത് കണ്ട്, ഹാ, ചുവന്ന പൂക്കൾ വെളുക്കുന്നു, എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ, കൂട്ടരെ എനിക്കെന്റെ സ്വർണച്ചിറക് തരൂ, നമുക്ക് പറക്കാം എന്ന് പറയുന്നു. കുട്ടികളെ, എത്ര മനോഹരമായ അവസാനമാണിത്! ശത്രുവിനെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ശത്രുവിന്റെ ഉള്ളിലെ തിന്മയെ ഇല്ലാതാക്കി അവനെ കൂടി പ്രകൃതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമാക്കുകയാണ് ഇവിടെ ഈ കിളികൾ ചെയ്യുന്നത്. അധികാരത്തിന്റെ കൂരമ്പുകൾ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ പുതിയ ചിറകുകൾ വെച്ച് മനുഷ്യനും പ്രകൃതിയും ഒന്നായി ആകാശത്തേക്ക് പറന്നുയരുന്ന വലിയൊരു ശുഭപ്രതീക്ഷയിലാണ് നാടകം അവസാനിക്കുന്നത്. കുട്ടികളെ, വരൂ, ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക. എന്തൊക്കെ പറയാൻ സാധിക്കും? ഭൂമിയിലെ വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അധികാരിവർഗങ്ങൾ അത് കൈയടക്കുമ്പോൾ പാവപ്പെട്ടവർ വിശപ്പിൽ ഒടുങ്ങുന്നു. പ്രകൃതി ചൂഷണം നന്നല്ല. പാവപ്പെട്ടവരുടെ വിശപ്പ് മാറുന്ന പുതിയൊരു ലോകമാണ് നമ്മൾക്ക് വേണ്ടത്. അക്രമമല്ല, സ്നേഹവും അഹിംസയുമാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. കുട്ടികളെ, അടുത്ത ചോദ്യം നോക്കൂ. ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ, ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിന്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക. ഈ നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഏതേത് മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നാം ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. മുതലാളിമാരും കോർപ്പറേറ്റുകളും വാഴുന്ന ഈ ലോകത്ത് ഈ നാടകത്തിന് സമകാലിക പ്രസക്തിയുണ്ട്. ചിറകുവച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക. ക്ലാസ്സിൽ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ എഴുതുമല്ലോ. നമ്മുടെ നാടകത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കിളികൾ, എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. പക്ഷിശാസ്ത്രക്കാരൻ, അയ്യോ വേണ്ട, എന്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. മലയാളത്തിലെ പ്രശസ്ത കവിയായ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വരികളും ഇവിടെ തന്നിട്ടുണ്ട്. ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ, സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ. മനുഷ്യന്റെ നല്ല ജീവിതത്തിന് ഭംഗമുണ്ടാക്കുന്ന ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ ഇല്ലാതാക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. സ്നേഹസുന്ദരമായ പാതയിലൂടെ വേണം സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ എന്നും കവി ഇവിടെ പറഞ്ഞിരിക്കുന്നു. രണ്ടു രചനാഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക എന്നതാണ് ചോദ്യം. രണ്ട് എഴുത്തുകാരും സ്നേഹവും നന്മയും സമത്വവും നിറഞ്ഞ ലോകമുണ്ടാവണമെന്ന് പ്രത്യാശിക്കുന്നവരാണ്. കുട്ടികളെ, അടുത്ത ചോദ്യം. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം ഉചിതമായ വേഷവിധാനങ്ങളോടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കൂട്ടുകാർ അത് ചെയ്യുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഗുരുവിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിനു പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റമെന്ത്? ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. കുട്ടികളെ, ഇവിടെ ഗുരുവിന്റെ മുഖത്ത് എന്ന വാക്കിൽ ന്റെ എന്ന പ്രത്യയം മാറ്റുമ്പോൾ ഗുരുമുഖത്ത് എന്നാകുന്നു. എന്നാൽ അതുകൊണ്ട് അർത്ഥത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്നാലോ കൂടുതൽ അർത്ഥവ്യക്തതയും ആശയവ്യക്തതയും ഭാവാത്മകതയും ഇതിൽ പ്രകടമാകുന്നത് നമ്മൾക്ക് കാണാം. കൂടുതൽ പദങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ജനകീയ കല എന്ന നിലയിൽ നാടകത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ ധാരണകൾ നേടുന്നതിന് നിങ്ങളുടെ പ്രദേശത്തുള്ള നാടക പ്രവർത്തകരുമായി അഭിമുഖം നടത്തുക. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ചോദ്യാവലി തയ്യാറാക്കുക എന്നതാണ്. കലയെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൃഷ്ടിപരമായ കലാവൃത്തി സമുദായ ജീവിതത്തെ സുന്ദരവും സത്യനിഷ്ഠവുമാക്കാതെ അടങ്ങുകയില്ല. അതായിരിക്കട്ടെ നമ്മുടെ കലാകാരന്മാരുടെയും ലക്ഷ്യം എന്ന് നിത്യചൈതന്യയതി പറയുന്നു.
നാടകം വൈവിധ്യവും വൈചിത്ര്യവുമാർന്ന മാനവ ജീവിത ഭാവങ്ങളുടെ കലാപരമായ ഒരു പുനരാവിഷ്കാരമാണ് എന്ന് NN പിള്ളയും പറഞ്ഞിരിക്കുന്നു. കുട്ടികളെ, സമൂഹ ജീവിതത്തെ നവീകരിക്കുന്നതിൽ കലകളും കലാകാരന്മാരും എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നാണ് ഈ രണ്ട് ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത്. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കലയും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനം. കൂട്ടുകാരത് ക്ലാസ്സിൽ നല്ല രീതിക്ക് ചെയ്യുമല്ലോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.